കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ഇത്രയും കാലം കാത്തിരുന്ന ആ നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. സച്ചി രേവതി ഒന്നാവുകയാണ്. അപ്പൊ ഇത്രയും കാലം കണ്ണു നോക്കിയിട്ടുണ്ടെങ്കിൽ കീരിയും പാവം പോലെ ഇരുന്നവരാ. പക്ഷെ അച്ഛമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം മാറി മറയുവാണ്. കലാവതി മുത്തശ്ശി സച്ചിനെ രേവതിനെ മാറ്റിയെടുക്കുകയാണ്. അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, രവീന്ദ്രൻ മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നാവാൻ പോകുന്നില്ല, അടിച്ചു പിരിയുള്ളൂ. മുത്തശ്ശിയുടെ അടുത്തേക്ക് അത് സച്ചിയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ സച്ചിയുടെ സ്വഭാവത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അങ്ങനെ അവരെ രണ്ടുപേരെയും വിരുന്നിനാന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സച്ചി ഇല്ലാതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമില്ല. സച്ചി വീട്ടിലാണെങ്കിൽ താനും സച്ചിയും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. അങ്ങനെ ചന്ദ്രമതി ഇവിടെ ഒരു ഐഡിയയും കൂടി ആയിരുന്നു അവരെ പറഞ്ഞു വിടുക എന്നുള്ളത്. എന്നിട്ട് വേണം ശ്രുതിനെ കൊണ്ട് ശ്രുതിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട്. സച്ചി ഇവിടെ ഉണ്ട്, അതൊന്നും നടക്കത്തില്ല. അവനിവിടെ ഇല്ലാത്ത സമയം നോക്കി വേണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബസ്സിനാ പോകുന്നത്. അപ്പൊ അടുത്തടുത്തിരുന്നൊക്കെയാണ് പോകുന്നത്. അടുത്തടുത്തിരുന്ന് പോയി കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഓരോ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി രേവതിയോട്. അപ്പൊ രേവതിക്ക് അത്ഭുതമായിരുന്നു, സച്ചി ഇത്രമാത്രം തന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറയുമെന്നോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. നേരത്തെ അങ്ങനെയല്ല, എന്തേലും വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് ഉടനെ തന്നെ വഴക്കായിരിക്കും. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചങ്ങോട്ട് പോവാണ്. കുറെ ദൂരം യാത്രയുണ്ട്. കുറെ ദൂരം ആയി കഴിയുമ്പോൾ രേവതിക്ക് അങ്ങോട്ട് ഉറക്കം വന്നു. രേവതി സച്ചിയുടെ തോളിലേക്ക് ചാരി കിടന്ന് ഉറങ്ങുവാണ്. രംഗമൊക്കെ കാണാൻ നല്ല നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ തോളിലേക്ക് ചാരി കിടന്ന് ഉറങ്ങിക്കുമ്പോൾ സച്ചിക്കൊരു അസ്വസ്ഥ. രേവതി കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ രേവതിനെ എഴുന്നേപ്പിച്ച് വിടാനും പറ്റില്ല. എന്ത് വിചാരിക്കും? അവളെ തോണ്ടിയിട്ട് എഴുന്നേറ്റിരിക്കാൻ പറയാൻ പറ്റില്ല. ഉറങ്ങുന്ന മനുഷ്യരെ അത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെ സച്ചി ഇങ്ങനെ രേവതിനെ തോളെ ചാരി ഇങ്ങനെ ഇരിക്കുക. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്തുതിയുടെ അമ്മയും മോനും അങ്ങോട്ട് വരുന്നത്. അപ്പൊ സച്ചിക്കാണ് എഴുന്നേക്കാൻ പറ്റിയൊരു അവസരം. സച്ചി പെട്ടെന്ന് പറഞ്ഞു, ഇതേ ഇവിടെ ഇരുന്നോളാനും പറഞ്ഞുകൊണ്ട് സ്തുതിയുടെ അമ്മേനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. സ്തുതിയുടെ അമ്മയൊന്നും അറിയത്തില്ല സച്ചിക്ക്. കൂടെ ആ കുഞ്ഞു ചറങ്കൊച്ചുണ്ട്, സ്തുതിയുടെ മോനും ഉണ്ട്. അപ്പൊ രേവതി കണ്ണു തുറന്ന് എഴുന്നേക്കുന്നേ. പിന്നീട് രേവതി ശ്രുതിയുടെ അമ്മയായിട്ട് കൂട്ടാവാണ്. ശ്രുതിയുടെ അമ്മയും പിന്നെ മോനുമായിട്ട് കൂട്ടാവുന്നുണ്ട്. ആ കുഞ്ഞു മോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പനാ. അവൻ കുസൃത്തരങ്ങളെ പറയത്തുള്ളൂ. സച്ചിയോടൊക്കെ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് രേവതിക്ക് വല്ലാത്ത ചിരി വന്നു. അതുപോലത്തെ നല്ല ഡയലോഗുകളൊക്കെ കുഞ്ഞു കുറുമ്പൻ പറയുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ ഫോണൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവന്. അവസാനം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ശ്രുതിയുടെ അമ്മ പറയുന്ന കൂട്ടത്തില് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാം. ആ സമയത്ത് പറഞ്ഞു, എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് ഒന്നും ഇല്ല എന്നൊക്കെ പറയാണ്. പിന്നീട് രേവതി ചോദിക്കുന്നുണ്ടല്ല, ഇവന്റെ അച്ഛനും അമ്മ എന്തിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനും അമ്മ ഇല്ല എന്നൊക്കെ അവൻ പറയുവാണ്. ഇത് കേട്ടപ്പോൾ രേവതിക്കും വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം അവന്റെ ആ നിഷ്കളങ്ക ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര സമയം കുട്ടിക്കുറുമ്പം കാണിച്ചുകൊണ്ടിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ എത്രമാത്രം വേദനയുണ്ട് അത് രേവതി തിരിച്ചറിയുമായിരുന്നു. പിന്നീട് അവര് നല്ല ജോളിയായിട്ട് പോകുന്ന സമയത്ത് അവന് വഴിക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാം വീടൊക്കെ പറഞ്ഞു കൊടുത്തു രേവതിയോട്. പിന്നെ അവര് വീട്ടിലേക്ക് ചെല്ലുവാണ്, മുത്തശ്ശിയുടെ അടുത്തേക്ക്. മുത്തശ്ശിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഭയങ്കര സന്തോഷമായിരുന്നു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. പിന്നീട് അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുത്തശ്ശിക്ക് മനസ്സിലായി സച്ചിൻ രേവതി നോക്കിയ നേർക്ക് നേർ അടിയാന്നുള്ള കാര്യം. കാരണം അവിടെ ചെന്നിട്ടും സച്ചി ഓരോന്ന് പറഞ്ഞ് രേവതിനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അവസാനം മുത്തശ്ശി ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ഇവർ അമ്പലത്തിലൊക്കെ പോവാണ്. അമ്പലത്തിൽ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സച്ചിക്ക് പോകാൻ അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മുത്തശ്ശി കൂട്ടിക്കൊണ്ട് പോവാണ് ക്ഷേത്രത്തിലേക്ക്. അവിടെ ചെന്ന് പുഷ്പാഞ്ജലി ഇതെല്ലാം കഴിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു വലിയ മണി ഉണ്ടായിരുന്നു. അപ്പൊ ഈ മണി അടിക്കണ കുറെ സമയം രേവതി ഇങ്ങനെ പൊങ്ങി അടിക്കുന്നുണ്ടൊന്നും രക്ഷയില്ല, എത്തുന്നില്ല, കൈ എത്തുന്നില്ല. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എടാ സച്ചി നീ ഒരു കാര്യം ചെയ്യാം, അവളെ പോയി ഒന്ന് പൊക്കി ആ മണിയൊന്ന് അടിപ്പിക്കാൻ പറയണം, അവൾക്ക് എത്തുന്നില്ല എന്ന് പറയണം. സച്ചി എന്ത് ചെയ്തു? സച്ചി പറഞ്ഞു, മുത്തശ്ശി എന്നെ കൂടെ ഒന്നും പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒരു ചെയർ വേണേ കൊണ്ട് ഇട്ട് കൊടുക്കാന്ന് പറയാം. മുത്തശ്ശിനെ അതൊന്നും വേണ്ടാന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി തന്റെ അവസാനത്തെ അടവെടുത്തു. മുത്തശ്ശിയുടെ അടുത്താണോ സച്ചിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു, എടാ
ഇവള് കൂടെ പാറുവമ്മ ഉണ്ടായിരുന്നു സഹായിക്കാൻ നിൽക്കുന്നത്. ഇവള് പറയാ നിനക്ക് എന്നോട് ആരോഗ്യമില്ല അവളെ എടുത്തു പൊക്കാനുള്ള, അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാത്തേന്ന്. അങ്ങനെ നമ്മുടെ സച്ചിനെ വാശി പിടിപ്പിച്ച പിന്നെ സച്ചി വെറുതെ ഇരിക്കുവോ? സച്ചി എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് ചെന്നിട്ട് രേവതിനെ അങ്ങോട്ട് എടുത്ത് പൊക്കുവാണ്. എടുത്ത് പൊക്കി കഴിയുമ്പോൾ രേവതിയെ മണിയടിക്കുക. രേവതിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു നാണമൊക്കെ വരുന്നുണ്ട്. താഴെ രേവതിനെ വിട്ട് കഴിഞ്ഞിട്ട് സച്ചിയുടെ മുഖത്ത് നോക്കിയപ്പം സച്ചിക്ക് ഒരു നാണം വരുന്നുണ്ട്. രേവതിക്ക് മനസ്സിലായി തന്നോട് ഇഷ്ടമുണ്ട്. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിൽ പ്രസാദമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ രേവതി അത് സച്ചിക്ക് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചിയാണ് ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പം തേങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ പ്രസാദം കിട്ടിക്കുമ്പോൾ അതിനകത്ത് തേങ്ങയൊക്കെ കിട്ടുമല്ലോ. പക്ഷെ അതൊക്കെ ആദ്യമായിട്ടാണ് സച്ചി അങ്ങനെ ക്ഷേത്രത്തിലേക്കൊന്നും പോവാറൊന്നുമില്ല. അങ്ങനെ കുറെ നല്ല നിമിഷങ്ങൾ രേവതിയോടൊപ്പം സച്ചി പങ്കിടുവാണ്. അതൊക്കെ രേവതി സച്ചി തിരിച്ചറിയുവാണ് തങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്നൊക്കെ. പിന്നീട് രേവതിയുടെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അവിടെ എല്ലാം നടന്ന് ചുറ്റി കാണാന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പുറത്തു പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശി എന്ത് ചെയ്യാണ്, ഒരു ബൈക്കൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എടാ നീ അവളെയും കൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കിടന്ന് കാണുക, അപ്പോൾ ഇതുവരെയായിട്ട് ഇവിടെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിനെയും കൊണ്ട് സച്ചി പുറത്തു പോവാണ്. അങ്ങനെ പുറത്തവിടെയൊക്കെ ചുറ്റിക്കാണിക്കാൻ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചാണ് നമ്മുടെ ശ്രുതിയുടെ വീടും ശ്രുതിയുടെ അമ്മേനെയും മോനെയും കാണുന്നത്. പിന്നീട് രേവതി അവിടെ കയറുവാണ്. അവിടെ കയറി അവരുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ശ്രുതിയുടെ കുഞ്ഞുമോനോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കാറ് വന്ന് അവനെ ഇടിക്കാൻ തുടങ്ങുന്നുണ്ട്. രേവതി രക്ഷിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും രേവതിയുടെ കാലിന് ഒരു ആക്സിഡന്റ് പറ്റുവാണ്. ആക്സിഡന്റ് പറ്റി കഴിയുമ്പോഴത്തേനും സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രേവതിനെ എടുത്തോണ്ട് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെ കണ്ട മുത്തശ്ശി ഓർത്ത എന്താ, ഇവിടെ വന്നപ്പോഴെങ്കിലൊന്നും ആയിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ രണ്ടുപേരും ഒന്നായി. ആ ഒരു ചിന്തയായിരുന്നു മുത്തശ്ശിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പിന്നീടാണ് അറിയുന്നത് രേവതിയുടെ കാലിന് അപകടം പറ്റിയിട്ട് കൊണ്ടിരുന്നതെന്നൊക്കെ. പിന്നീട് മുത്തശ്ശി നോക്കുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ സച്ചി രേവതിനെ പൊന്നുപോലെ ആ സമയത്ത് നോക്കുന്നത്. പിന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു, ഇവർ രണ്ടുപേരും രണ്ടിടത്താ കിടക്കണേ. ഇന്ന് വരെ രണ്ടുപേരും ഒരിടത്ത് കിടന്നിട്ടില്ല, താഴെ മുകളിലൊക്കെ ആയിട്ട് അവിടെ വന്നിട്ട് കിടക്കുന്നതൊക്കെ. മുത്തശ്ശിക്ക് സഹിക്കും അത്. മുത്തശ്ശി എന്ത് ചെയ്യുവാണ്, മുത്തശ്ശി നേരെ സച്ചിനെ പിടിച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ബെഡെ കിടക്കാനൊക്കെ പറയാണ്. മനസ്സോടെ സച്ചിക്ക് അത് അനുസരിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് അവിടെയെല്ലാം കാണാൻ പോകുന്ന സമയത്ത് രേവതി ഒരു കുളത്തിൽ വീഴുന്നുണ്ട്. കാല് തെറ്റി വീഴുന്ന ഈ സമയത്ത് സച്ചി പോയി രക്ഷപ്പെടുത്തി രേവതിനെ കെട്ടിപ്പിടിക്കുവാണ്. ആ വിശേഷം അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. ഈ സമയത്തൊക്കെ പറഞ്ഞ ചന്ദ്രമതി ആകെപ്പാട് ടെൻഷനായിരുന്നു. ആധാരം കൊണ്ട് പണയം വെച്ചിട്ടാണ് ശ്രുതിക്ക് പൈസ എടുത്തു കൊടുത്തത്. ശ്രുതി എന്ത് ചെയ്യുവാണ്, പിന്നീട് ബ്യൂട്ടി പാർലർ തുടങ്ങുന്നൊക്കെയുണ്ട്. ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിയുമ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് വിളിക്കുന്നത് ചന്ദ്രമതിനെയും രവീന്ദ്രനെയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും വിളിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തിക്കുക. പിന്നീട് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ പഠനം എല്ലാം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വരിക. ഇനിയിപ്പോൾ അവൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിയേ പറ്റുള്ളൂ. അങ്ങനെ അവന് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ, ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറുവാണ്. അവിടുത്തെ ഒരു ഷെഫായിട്ട് കയറുക. അവൻ എവിടെ ചെന്നാലും അവൻ എല്ലാ ആൾക്കാരെ കയ്യിലെടുക്കാനും എടുക്കൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അവിടുത്തെ മാനേജർക്കും മുതലാളിക്കും എല്ലാം അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ജസ്റ്റ് പ്രമോ വിശേഷം മാത്രമാണ്. ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ ഇനി വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് നല്ല അടിപൊളി വിശേഷങ്ങളായിരിക്കും. ഓരോ ദിവസം നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന് ആ നല്ല വിശേഷങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് കറണ്ടൊക്കെ പോയായിരുന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു ഡിസ്റ്റർബൻസ് എല്ലാവർക്കും ഉണ്ടായി കാണുമായിരിക്കും കേട്ടോ. അങ്ങനെ ക്ഷമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.